അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ റൗള ഷരീഫിൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബയിൽ നിന്നും മദീനയിലേക്ക് വന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയത് സഹില് സുഹൈലി എന്നീ രണ്ട് അനാഥ ബാലന്മാരുടെ ഒരു സ്ഥലത്തായിരുന്നു. ആ സ്ഥലം അവർ ഒട്ടകം മുട്ടുകുത്തിയപ്പോൾ ആ സ്ഥലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹില് സുഹൈലിനോട് വില കൊടുത്ത് വാങ്ങുകയും അവർ വില വേണ്ടാന്നൊക്കെ പറഞ്ഞു നോക്കി. റസൂലുള്ളാഹി തങ്ങൾ നിങ്ങൾ പള്ളി ഉണ്ടാക്കാനല്ലേ നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൽ നിന്നും 10 ദിർഹം സ്വർണ്ണ നാണയം വാങ്ങി അവർക്ക് കൊടുത്തുകൊണ്ട് വില കൊടുത്ത് വാങ്ങിയ ആ ഒരു സ്ഥലമാണ് ഒട്ടകം മുട്ടുകുത്തിയ ആ സ്ഥലം വില കൊടുത്ത് റസൂലുള്ളാഹി തങ്ങൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആ സ്ഥലം നിൽക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ പച്ചക്കുബ്ബയുടെ അടുത്ത് തൊട്ടടുത്തൊരു വെള്ള കുബ്ബ കാണുന്നില്ലേ? ആ വെള്ള കുബ്ബയുടെ അടുത്ത ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മിമ്പർ ഉണ്ട്. ആ മിമ്പർ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു യഥാർത്ഥത്തിൽ ഒട്ടകം മുട്ടുകുത്തിയിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മിമ്പർ മുതൽ ഇപ്പോഴുള്ള ഈ പച്ചക്കുബ്ബയുടെ ഈ അറ്റം വരെ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അഥവാ റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ എൻ്റെ മിമ്പറിൻ്റെയും എൻ്റെ വീടിൻ്റെയും ഇടയിലുള്ള ആ സ്ഥലം സ്വർഗത്തിൽ നിന്നുള്ള ഒരു സ്ഥലമാണെന്ന് റസൂൽ പറഞ്ഞ ആ ഒരു സ്ഥലം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യമായി ഒട്ടകം മുട്ടുകുത്തിയപ്പോൾ ആ മുട്ടുകുത്തിയ സ്ഥലം മുതൽ തൻ്റെ വീട് വരെയുള്ള ആ സ്ഥലത്ത് പള്ളി നിർമ്മിച്ച ആ പള്ളിയാണ് യഥാർത്ഥത്തിൽ റൗള ഷരീഫായി പിന്നീട് മാറുന്നത്. അപ്പോൾ പിന്നെ വേറൊരു സംശയം ഉണ്ടാവും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകം മുട്ടുകുത്തിയെടുത്ത് പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചത് എവിടെയായിരുന്നു എന്ന്. മഹാനായ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്തിയത്. അതാ ഇപ്പം നിങ്ങൾ പച്ചക്കുബ്ബയുടെ മുന്നിൽ ഒരു ലൈറ്റിൻ്റെ തൂണ് കാണുന്നില്ലേ? ഒരു ലൈറ്റിൻ്റെ തൂണ്, ആ തൂണ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടുണ്ടായിരുന്നത്. കാരണം അവിടെ താമസിക്കാൻ കാരണം തൻ്റെ പള്ളിയോടെ ഏറ്റവും അടുത്ത വീട് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടായിരുന്നു യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിലാണ് താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ആ പച്ചക്കുബ്ബയുടെ അടുത്ത് വെള്ള കുബ്ബ കാണുന്നുണ്ടല്ലോ, അത് ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഹ്റാബും അതിൻ്റെ തൊട്ട് മുന്നിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മിഹ്റാബും അതിൻ്റെയും മുന്നിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മിഹ്റാബും ഉള്ള ആ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് വെള്ള കുബ്ബ സ്ഥിതി ചെയ്യുന്നത്. ആ ഉമർ ബിൻ ഖത്താബിൻ്റെ മിഹ്റാബ് ഇപ്പോൾ കാണാൻ കഴിയില്ല. കാരണം അതിപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുന്ന ആ ഭാഗത്ത് നടന്നു പോകുന്ന ഒരു വഴിയിലാണ് അബൂലൂലത്തിൻ്റെ ഒക്കെ കുത്തേറ്റുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അബൂലൂലത്തിൻ്റെ കുത്തേറ്റ ആ ഒരു സ്ഥലമൊക്കെ ആ സെൻറ്ററിലെ മിഹ്റാബിലായിരുന്നു. ആ മിഹ്റാബ് ഒഴിവാക്കി പള്ളിയുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മിഹ്റാബും അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിർമ്മിച്ച മിഹ്റാബ് ഇപ്പോഴും പള്ളിക്കകത്തുണ്ട്. ആ രണ്ട് മിഹ്റാബിൻ്റെ മുകളിലായിട്ടാണ് ആ വെള്ള കുബ്ബ സ്ഥിതി ചെയ്യുന്നത്. ഈ പച്ച കുബ്ബ യഥാർത്ഥത്തിൽ ആയിഷ ബീബിക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണി കഴിപ്പിച്ച വീടാണ്. ആ പച്ചക്കുബ്ബ ആയിഷ ബീബിൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി ആയിഷ ബീബി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ മരിച്ച സ്ഥിതിക്ക് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബിയുടെ വീട്ടിലാണ് ഖബറടക്കം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെ തൊട്ട് മുകളിലാണ് ആ പച്ചക്കുബ്ബ സ്ഥിതി ചെയ്യുന്നത്. അത് പിൻകാലഘട്ടത്തിലാണ് പച്ചക്കുബ്ബ നിർമ്മിച്ചത്. യഥാർത്ഥത്തിൽ കുബ്ബക്ക് പല കളറുകളും ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.